അപ്പോൾ നമുക്ക് നേരെ ചിക്കൻ കറിയിലേക്ക് പോകാം കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല, കാരണം വളരെ സ്പീഡിൽ ചെയ്യണേ. ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ണീനെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി വെക്കാൻ നിൽക്കണേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഭാഗം കാണിക്കാനായിട്ട് വിട്ടുപോയി. ഒരു മിനിറ്റ്, ഞാൻ ബാക്ക് ക്യാമറ ഓൺ ചെയ്യട്ടെ. ഇതിലിപ്പോൾ ഒരു 2 kg ചിക്കൻ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഉപ്പ് ഞാനിട്ടുള്ളത് കല്ലുപ്പാണ്. നിങ്ങൾക്ക് പൊടിയുപ്പിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നിവിടെ ഇത് നമുക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കി ചിക്കൻ കറിയിലേക്കുള്ള മറ്റ് കൂട്ടുകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു മീഡിയം സബോള, പിന്നെ ഒരു കണ്ടോ ഇത്രയ്ക്ക് പച്ചമുളക്, ഇത്ര ഒരു തക്കാളി. സബോള നമുക്ക് അധികം ഇടാതിരിക്കാൻ നല്ലത്, കാരണം സബോള അധികം ഇട്ട് കഴിഞ്ഞാൽ കറി വല്ലാതെ അങ്ങ് മതിരിക്കും. അതുകൊണ്ട് സബോള നമുക്ക് അധികം ഇടണം. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം, പക്ഷെ ഇപ്പോൾ ഇത് എന്തെങ്കിലും പേസ്റ്റ് ഉള്ളതുകൊണ്ടേ അത് കുറച്ചധികം സമയം നാളെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കേടായി പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇത്ര 3 ഇഞ്ചി കഷ്ണം എടുക്കുക, 5 കഷ്ണം വെളുത്തുള്ളി എടുക്കുക, അത് ചതച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു പോട്ടിലാണ് കേട്ടോ ഇറച്ചിക്കറി വെക്കണേ. ഇങ്ങനെ ഒരു ലിഡ് ഉണ്ട്, നമുക്ക് അടച്ചു വയ്ക്കാൻ എളുപ്പം. സബോളയും പച്ചമുളക് അരിഞ്ഞു സ്ലൈസായിട്ട് അരിയാണ്. ഇത്ര ഉള്ളു പണി. അപ്പം അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്തു. ഞാൻ അതിലേക്ക് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. പിന്നെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, പെട്ടെന്നാണ് ഇന്ന് ചിക്കൻ കറി വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചിക്കൻ കറിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോഴാണ് ഓർത്തത് അത് ആർക്കെങ്കിലും ഒരു ഉപകാരമാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആകെ മെസ്സായിട്ടിരിക്കുകയാണ്. ഉണ്ണിയുള്ളതുകൊണ്ട് ഒന്നിനും ടൈമൊന്നും നമ്മൾ വിചാരിക്കണ പോലെ ആവില്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് തിരക്കായിരുന്നു. അപ്പോൾ യൂട്യൂബ് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓരോന്ന് അപ്ലോഡൊക്കെ ചെയ്യുമ്പോൾ, പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണേ. നമ്മൾ യൂട്യൂബിൽ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ, ഒരു മിനിറ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിക്കാം. അപ്പോൾ അതേ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് സബോള ഇടാം. അങ്ങനെ സബോളയും പച്ചമുളകും കൂടി ഇട്ടു. ഇനി അതൊന്ന് വഴഞ്ഞു വരണം. അപ്പോൾ നമ്മൾ പറഞ്ഞതേ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ യൂട്യൂബിൽ എല്ലാവരും ഇത് വളരെ ഈസി ആയിട്ടൊക്കെ പറയും. പക്ഷേ ഇതിന് അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുണ്ട്. തുടങ്ങുമ്പോഴാണ് നമുക്ക് ഓരോന്നോരോന്ന് നമ്മൾ പഠിക്കുക. തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്ക് ചെറിയ ഷോർട്ടൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ചെറിയ GB നെറ്റൊക്കെ മതി. പക്ഷേ വലിയ ലോങ്ങിലായിട്ടുള്ള വീഡിയോ ചെയ്യണമെങ്കിലൊക്കെ വൈഫൈ വേണം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള നെറ്റ് വേണം. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ നമ്മുടെ വീഡിയോസിനൊന്നും അത്ര വ്യൂസും ഇല്ല, എന്നാലും കാണുന്ന കുറച്ച് പേര്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. എത്ര പേര് കാണുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരം ഉണ്ടാവട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സബോളയും പച്ചമുളകും ഇങ്ങനെ വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു ഇച്ചിരി, വളരെ കുറച്ച് മതി, ഉപ്പ് ചേർക്കാം. ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴേ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെയ്തപ്പോൾ ഞാൻ കല്ലുപ്പിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചിക്കനിലേക്കുള്ള ഉപ്പുണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ടിടാലോ. പിന്നെ ഇപ്പം ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കേട്ടോ. ഒരു
മുക്കാൽ ടീസ്പൂൺ ഉണ്ടാവുള്ളൂ. നേരത്തെ നമ്മളൊരു 1-1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. ഇതൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി മസാലാസ് ഇടണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചക്കുത്ത് മാറി കിട്ടണം. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ദിവസങ്ങളിൽ ഇത്തിരി തിരക്കായിരുന്നു. ഉണ്ണിയുടെ വാക്സിനൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ 9 മാസമാണല്ലോ. 9 മാസത്തിൻ്റെ വാക്സിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാക്സിനൊക്കെ പോയി. പിന്നെ വാക്സിൻ ചെയ്ത് കഴിഞ്ഞാലും പണ്ടത്തെ പോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ പെയിൻലെസ് ആയിട്ടുള്ള വാക്സിനൊക്കെ ഉണ്ടല്ലോ. പണ്ട് നമുക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരാഴ്ചയൊക്കെ പനിയും വേദനയും, കാലൊക്കെ ഭയങ്കര വേദനയായിരിക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് ആ ഒരു സൂചി കുത്തുന്ന സമയത്ത് ചെറിയൊരു പെയിൻ മാത്രമേ ഉള്ളൂ. ബാക്കി വാക്സിൻ എടുത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനോട് അങ്ങനത്തെയൊക്കെ ഇഞ്ചക്ഷൻ ഉണ്ട്. കുറച്ച് ക്യാഷ് കൂടുതലാണ്, എന്നാലും കുട്ടികൾ അനുഭവിക്കുന്ന വേദനയെ വെച്ച് നോക്കുമ്പോൾ അത് കാണാതിരിക്കാനായിട്ട് ഇത്തിരി ക്യാഷ് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കാരണം ആദ്യത്തെയൊക്കെ ആ സമയത്തൊക്കെ അവർക്ക് അവരുടെ പെയിൻ വളരെ, നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് പിള്ളേർക്ക് പെയിൻ അറിയില്ല, അതുകൊണ്ട് ഈ പ്രായത്തിലൊക്കെ വേദനയൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് പെയിൻ ഉണ്ടെന്നുള്ളത് നമ്മളെപ്പോലെ പ്രകടിപ്പിക്കാൻ അറിയില്ല. പക്ഷെ നമ്മളെക്കാളും പെയിൻ അവർക്ക് കൂടുതലായിരിക്കും ഈ സമയത്ത്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് സിമ്മിലേക്ക് ഇടാൻ പോവാണ്. ഇനി നമുക്ക് നമ്മുടെ മസാലകൾ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അതുപോലത്തെ ഒരു സ്പൂണാണ് ഉപയോഗിക്കണേ. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി അതിൽ തന്നെ നിറച്ചെടുക്കുന്നവർ ഞാൻ 1, 2, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ നമുക്ക് നിറച്ച് ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കണം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരട്ടെ. കണ്ടോ, ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1.5 ടീസ്പൂൺ മതി. 2 മസാല തികച്ച് വേണ്ട. ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു തക്കാളി ഉണ്ടായിരുന്നല്ലോ, ആ തക്കാളിയും കൂടി ഇതിനകത്ത് ഇടാം. നന്നായിട്ട് വഴറ്റുക. തക്കാളി നന്നായിട്ട് ഇതിൽ കിടന്ന് വേവണം. നന്നായിട്ട് വഴഞ്ഞതിനൊക്കെ ഞാൻ കുറച്ച് തക്കാളി നന്നായിട്ട് ആയതിനു ശേഷം ഒരു 2 തണ്ട്, ഞാൻ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജാണ് പറയുന്നല്ലോ, സോറി. 2 തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാല നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. മസാല എപ്പോഴും നന്നായിട്ട് മുരിയണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒരു പച്ചക്കുത്ത് പോലത്തെ ഒരു ചുവ, ഒരു വെള്ളം ചുവ പോലെയൊക്കെ നമുക്ക് തോന്നും. എപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇടാറുള്ളൂ. തക്കാളി മുന്നിട്ടാൽ നമ്മൾ പൊടികളിടുമ്പോൾ ഇത്രയ്ക്ക് അത് വഴന്ന് കിട്ടില്ല. കുറച്ചധികം സമയം എടുക്കും. ആദ്യം പൊടിയിട്ട് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇടുക. പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടും. കണ്ടില്ലേ, പേസ്റ്റ് പോലെയായി. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ചേർക്കാം. ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും, എന്നാലും നമുക്ക് വെള്ളം വേണ്ടി വരും. കാരണം നമ്മളിതിലേ കപ്പയിട്ടിട്ടാണ് ചിക്കൻ വയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു ഗ്രേവി വേണ്ടേ,
അപ്പോൾ അതിന് കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. സ്റ്റൗ നമ്മൾ ഗ്യാസ് ഫുള്ളിലിടാൻ നേരത്തെ നമ്മൾ സിമ്മിലിട്ടിട്ടായിരുന്നു, നമ്മൾ പൊടികളൊക്കെ ഇട്ടപ്പോൾ സിമ്മിലിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഫുള്ളിലേക്ക് ഇടാം. ചിക്കന് നന്നായിട്ട് വേവണമല്ലോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വേവട്ടെ. പണികൾ ചെയ്യുന്നതിനൊപ്പം തന്നെ കിച്ചൺ ഒതുക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മെസ്സാക്കി ഇടാൻ എനിക്ക് അധികം ഇഷ്ടമല്ല. നിങ്ങളിൽ ആരൊക്കെ അങ്ങനെ ഒപ്പം ചെയ്യാറുണ്ട്? അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പണികളൊപ്പം കഴിയേ, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ എടുത്തതൊക്കെ വീണ് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ ചിക്കൻ അവിടെ കിടന്നാവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കപ്പ കഴുകി അതൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ ചിക്കനിലേക്ക് അത് ഇടാൻ. അപ്പോൾ കപ്പ ചിലപ്പോൾ വേവ് കുറവായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കപ്പയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ്. ഞാൻ 2 കിലോ ചിക്കനിലേക്ക് ഇത്ര കപ്പയാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ ഈ കപ്പ നമുക്ക് വേഗം വൃത്തിയാക്കാം. കപ്പ എല്ലാവർക്കും നന്നാക്കാൻ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നന്നാക്കാൻ അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അറിയാവുന്നവർ ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉണ്ടോ ഒരു മൂട് ഭാഗം എന്ന് പറയും. ഇതൊരു മരം പോലെ ഉണ്ടാകും ചില കപ്പകളിൽ. അപ്പോൾ അത് നമ്മൾ നോക്കണം. ആദ്യം അതിങ്ങനെ കൊത്തി ആ ഭാഗം കളയണം. പിന്നെ ഫ്രണ്ട് ഇതും കളയണം. പിന്നെ അങ്ങനെ വയ്ക്കുക. അതെ ഇങ്ങനെ ചെയ്താൽ അതൊക്കെ അതേ ഇങ്ങനെ അടർത്താം. കപ്പ അതിൻ്റെ തൊലി ഇങ്ങനെ കളയണം. കണ്ടില്ലേ? ഈസിയാണ് കപ്പ നന്നാക്കാൻ. അതിങ്ങനെ ചെത്തിക്കുക. അപ്പോൾ എടുത്തായി. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പം വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കപ്പ ഉടഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പമുള്ള കപ്പയുടെ പകുതി ഭാഗം മുറിക്കാം. വീണ്ടും അത് പകുതിയാക്കുക. കൈ കൊണ്ട് നോക്കണം. ഓക്കെ, ഈ ഒരു സൈസ്. ഇനി അത് വീണ്ടും അതിൻ്റെ ഒരു പകുതി ആക്കുക. പകുതി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ എല്ലാ കപ്പയും നമുക്ക് ആക്കി വയ്ക്കാം. പിന്നെ എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ പുതിയ പരീക്ഷിക്കാനും നന്നായി വെച്ചു കൊടുത്ത് കഴിക്കുന്ന വളരെ സംതൃപ്തിയോടെ കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയും. ആർക്കൊക്കെ ഞാൻ എപ്പോഴും പാചകം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും പാചകം ഇഷ്ടമാണ്. അങ്ങനെയല്ല, ചിലർക്ക് പാചകം ഇഷ്ടമല്ലാത്തവരുണ്ട്. നമ്മുടെ കപ്പയൊക്കെ നമ്മൾ കഷ്ണാക്കി. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയും. ഇനി നമുക്ക് വീണ്ടും ഇത് കഴുകണം. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലിടാം. നമുക്കൊന്ന് തിളപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കപ്പയ്ക്ക് ഒരു കട്ടുണ്ട് എന്നാണ് പറയാം. കേട്ടിട്ടുണ്ടോ? ഈ കപ്പയിൽ സൈനൈഡിൻ്റെ അംശം ഉണ്ടെന്നോ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യണത്, കപ്പ നേരത്തെ നമ്മൾ പുറത്തങ്ങനെ കഴുകിയെങ്കിലും നമ്മൾ വീണ്ടും കഴുകണം. കപ്പ കഴുകാൻ തോന്നുമ്പോൾ അതിൻ്റെ അംശം കുറയുമെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ കപ്പ നന്നായി കഴുകാം. 1-2 പ്രാവശ്യം കഴുകാൻ മതിയാവും. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ കഴുകി. ഞാൻ കണ്ടല്ലേ, ഒരു പാത്രം ഞാൻ ഒപ്പം അടുത്ത് വയ്ക്കും. അപ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതിനാവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ അരിയുമ്പോഴൊക്കെ അതിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഈ പാത്രത്തിലിട്ട് വെച്ചാൽ അത് ഒരുമിച്ച് പിന്നെ നമുക്ക് നമ്മുടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ നമുക്കിതാ കപ്പ 2 പ്രാവശ്യം കഴുകി. അത് കഴിഞ്ഞതേ കപ്പ നകക്കെ ഇത്രയ്ക്ക് വെള്ളം ഒന്ന് തിളയ്ക്കണം. വേവാൻ നിൽക്കരുത്, വെറുതെ ഒന്ന് വെള്ളം ഒന്ന് തിളയ്ക്കാൻ പാടുള്ളൂ.
എന്നിട്ട് ഈ വെള്ളം നമുക്ക് ഊറ്റി കളയണം. ചിലപ്പോൾ ചില കപ്പകൾക്ക് കയ്പുണ്ടാവും, അതുകൊണ്ടാണത്. കത്തിച്ചു ഇതേ ഒരു 3/4 ടീസ്പൂൺ പൊടിയുപ്പും കൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് നമുക്ക് കപ്പയുടെ വേവ് അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം നല്ല വേവുള്ള കപ്പയാണോ പെട്ടെന്ന് വേവണ കപ്പയാണോ എന്ന്. അതിനനുസരിച്ച് വേണം നമുക്കത് ചിക്കനിലേക്ക് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് നോക്കാനായിട്ട്. കപ്പ നന്നായി തിളച്ച് വെള്ളം, ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് നേരെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിടാം. കപ്പ വേവ് കൂടി വെള്ളത്തിൽ കിടക്കട്ടെ. നമ്മൾ ചിക്കൻ കറി തുറന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ചാറ് നമുക്കിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്രേവി ആവശ്യത്തിനുള്ളതല്ലേ വേണ്ടു. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് അധികം വറ്റിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മല്ലിയില ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം അതിനകത്തേക്ക് ഇടണം. കപ്പ നമ്മൾ ഇട്ടു കേട്ടോ. ചിക്കനും ആയിട്ടുണ്ട്. ഇനി കപ്പ ഒന്ന് തിളയ്ക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് നമ്മുടെ മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. ഇതിൽ കപ്പ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ഗ്രേവിയും നമുക്ക് ആവശ്യത്തിനുള്ള ഏകദേശം സെറ്റാവും. അപ്പോൾ നമ്മുടെ കറി റെഡി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ പെട്ടെന്ന് ഒരു പുറത്തേക്കൊരു യാത്ര ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. എന്തായാലും ഭക്ഷണം കഴിക്കാനായിട്ട് സമയമില്ല. അപ്പോൾ വേഗം ഡ്രസ്സ് മാറി പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് നമ്മുടെ ഉണ്ണിക്കുട്ടി അപ്പിട്ടു. പിന്നെ അവളെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മൾ ഉണ്ണികളുണ്ടായതിന് ശേഷമൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴും അവർക്ക് തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ സമയം എത്രയെന്നറിയോ? 3:25. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പുറത്ത് പോയി വന്നതിന് ശേഷം കഴിക്കാൻ പറ്റുള്ളൂ. ലഡ്ഡു മേടിക്കാനാണ് നമ്മൾ പോണേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ കുടിൽ വ്യവസായം പോലെ ലഡ്ഡു ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അവരവിടെ നമ്മൾ ഹോൾസെയിൽ പോലെ എടുക്കുമ്പോൾ വില കുറച്ച് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചധികം ലഡ്ഡു മേടിച്ചിട്ട് ഇവിടെ ഒരു സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പോകാൻ നിൽക്കുക. അപ്പോൾ ആദ്യം ഉണ്ണിക്കുട്ടീനെ ഒന്ന് റെഡിയാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ ജലന ബേബി റെഡിയായി. ജലന ബേബി അപ്പോൾ ഉണ്ണിനെയും കൊണ്ട് പോയിട്ട് വരട്ടെ. ലഡ്ഡു മേടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നല്ല എന്തെങ്കിലും ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ലഡു മേടിക്കണം. അപ്പോൾ ചാലക്കുടി അടുത്ത് ചൗക്കടുത്ത് വീട്ടിൽ ലഡു ഉണ്ടാക്കി. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇല്ല, ജോജോനും കൊണ്ട് ഞങ്ങൾ പോവാം. അതാണ് പരിപാടി. ആ ചേട്ടൻ അറിയാതെ തന്നെ ആ ചേട്ടൻ വ്ളോഗിൽ ഉൾപ്പെടാൻ പോവാ. പൊന്നു അവിടെ ആരാണ്? അപ്പൊ ഞങ്ങളെ ലഡു മേടിക്കുന്നിടത്ത് എത്തി. അപ്പോൾ ലഡു മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പൊ ഞാനും ജലാന ബേബിയും കൂടി ഇവിടെ ഇങ്ങനെ കാറിനകത്തിരിക്കും. ആരാണിത്? ജലാന ബേബിയാനോ വാവക്കുട്ടിയാനോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിക്ക് വാക്സിൻ കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അങ്ങനെ വേദനയില്ലാത്ത വാക്സിനൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ണിക്ക് നമ്മൾ വാക്സിൻ കൊടുത്തു. 9 മാസത്തിലെ വാക്സിൻ കൊടുത്തു. ഇനി അവൾക്കൊരു 1.25 വയസ്സിനുള്ളതെന്ന് പറഞ്ഞ ഡോക്ടർ. 1 വയസ്സിലുണ്ട്. പക്ഷേ ഈ 1 വയസ്സിൽ ഈ കോളറ ടൈഫോയിഡിനൊക്കെയാണ്. അതൊക്കെ ഈ പുറമേന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര വരുന്നു. നമ്മളെന്തായാലും ഉണ്ണിക്ക് അങ്ങനെ പുറമേന്നൊന്നും ഭക്ഷണം എന്തായാലും 1 വയസ്സിൽ കൊടുക്കില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 1.25 വയസ്സിന് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. 1.25 വയസ്സിന് വേറെ എന്തോ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ അതിനൊപ്പം കൊടുത്താൽ മതി. 2 ഇഞ്ചക്ഷൻ വേറെ ചെയ്യണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. ആദ്യം ഉണ്ണികൾക്ക് വളരെ ലവബിൾ ആയിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ. എന്തിനാ കറിയണേ? വർത്താനം പറഞ്ഞു പൊന്നു പറയ്. ഹലോ എന്ന് പറഞ്ഞ ഹലോ ഹലോ പറയ്. അപ്പോൾ നമുക്ക് വലിയ വലിയ ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാം. പക്ഷെ നമ്മൾ ഇതേപോലത്തെ ഒരു കുടി വ്യവസായങ്ങളിൽ നിന്ന് മേടിക്കുമ്പോഴേ അവർക്കും അതൊരു ഹെൽപ്പല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്നത് കേട്ടോ. പോരും വഴിയിൽ തന്നെ ഞങ്ങളൊന്ന് നിർത്തി. അപ്പോൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടേ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഭയങ്കര വിശപ്പ്.
ഇവിടെ ഫാമിലീസൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഫാമിലീസൊക്കെ നിർത്തി ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരൊരു ഉപജീവനത്തിന് വേണ്ടി ചെയ്യണതല്ലേ, അപ്പോൾ അവർക്കും അതൊരു ഉപകാരമായി. വലിയ വലിയ ഹോട്ടലുകളിൽ എപ്പോഴും കയറുന്നതിന് പകരം ഇങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർക്കും അതൊരു ഉപകാരമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പരിപ്പുവടയാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ പരിപ്പുവട അവിടെ ഇല്ല. അപ്പോൾ എനിക്കുള്ളത് കൊണ്ടുവരുന്നുണ്ട്. അമ്മയ്ക്കുള്ള കടിയും കൊണ്ട് ജൊലാന ബേബി വന്നതാ. ജൊലാന ബേബി ഡാഡിയും കൂടിയും പോയിട്ട് കടി മേടിച്ചപ്പോൾ ഞാനൊരു മസാല ബോണ്ട കഴിക്കണം. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല. ഇവിടുത്തെ ബോണ്ട ഞാൻ കഴിച്ചിട്ടുണ്ട്. ബോണ്ട നല്ല ടേസ്റ്റാട്ടോ ഇവിടുത്തെ. പരിപ്പോട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇപ്പോൾ കഴിഞ്ഞു പോയതാണെന്ന് അറിയില്ല. പരിപ്പോടി നല്ല ടേസ്റ്റ് ഇവിടെ. പരിപ്പോട് അങ്ങനെ വളരെ കനം കുറച്ച് പറിച്ചിട്ടോ നല്ല മുരിച്ചില്ല. പിന്നെ പരിപ്പോട കഴിക്കുന്നതിൻ്റെ ഒരു കാര്യം, പരിപ്പോടയിൽ അധികം എണ്ണ പിടിക്കില്ലല്ലോ. ചായ കുടിച്ചാ അവള് കഴിക്കണ്ട അയ്യോടാ. അപ്പോൾ ചായ കൂടി കുടിക്കട്ടെ കേട്ടോ. കുടിച്ചപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേ ചായ കുടിക്കുന്ന സ്ഥലത്ത് കുറച്ച് പട്ടികളും കാക്കിയൊക്കെ വന്നു. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അതിങ്ങനെ വാച്ച് ചെയ്ത് അവളുടെ ഡേ ഔട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അവൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ കാക്കിയും പട്ടിയൊക്കെ ഉണ്ട് അവിടെ. നോക്ക് 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 നോക്ക്. തന്നെ വാർത്തയിൽ തെരുവ് നായ്ശല്യത്തെ കുറിച്ച് നമ്മൾ കേട്ടുള്ളൂ. ഇവിടെ തന്നെ 2 തെരുവ് നായ്ക്കളിവിടെ നിൽക്കുന്നുണ്ട്. എത്ര ഉപദ്രവം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് വിടട്ടെ. ഓക്കെ ട്ടാ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇനി നമുക്ക് വേറൊരു വ്ളോഗിൽ ഒരുപാട് സ്റ്റെപ്പായി തോന്നുന്നു. ഓക്കെ ട്ടാ. ബൈ.